ഒരു സംഘടന എങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ല എന്നും ഒരു സംഘടന എങ്ങനെ ആയിരിക്കരുത് എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ AMMA, അതായത് അമ്മ എന്ന് പറയുന്ന സിനിമാ സംഘടന. ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ ഈ സംഘടനയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഭിന്നതകളുടെ ഒരാകെ തുകയാണ് നമുക്ക് ഇപ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്. അവിടെയുള്ള ഒരു പ്രമുഖ വനിതാ നേതാവിന് BJP എന്ന് പറയുന്ന കക്ഷിയുമായിട്ട് ബന്ധമുണ്ടെന്നും അവരുടെ രാഷ്ട്രീയ അനുഭവം ചോദ്യം ചെയ്യപ്പെടണമെന്നൊക്കെയാണ് ചിലർ പരസ്യമായി ആരോപിക്കുന്നത്. ആ ഒരു സംബോധനയെ തുടർന്ന് യോഗത്തിൽ വലിയ രീതിയിലുള്ള ബഹളങ്ങളും ഒച്ചപ്പാടുകളും വ്യക്തിപരമായുള്ള അധിക്ഷേപങ്ങളും നടന്നതായിട്ടൊക്കെ നമ്മൾ വാർത്തകളിൽ കണ്ടതാണ്. അമ്മയുടെ യോഗം അലങ്കോലമായി എന്ന വലിയ തലക്കെട്ടോടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഒരു സമൂഹത്തിന് മാതൃകയാകേണ്ട, സാംസ്കാരികമായി ഉയർന്ന നിലവാരം പുലർത്തേണ്ട കലാകാരന്മാരുടെ ഒരു യോഗത്തിലാണ് ഇത്തരം അത്യന്തം മോശമായ കാര്യങ്ങൾ അരങ്ങേറിയത്. ഇവിടെ ഉയർന്നു വരുന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന വനിതാ നേതാവിനോ അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ മറ്റേതെങ്കിലും വ്യക്തിക്കോ BJPയുമായിട്ട് ബന്ധമുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, അതിത്ര വലിയ പ്രശ്നമായി കാണാൻ അല്ലെങ്കിൽ ഒരു കൊടിയ പാതകമായി മാറുന്നത് എങ്ങനെയാണ്? നമ്മുടെ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു പാർട്ടിയുടെ ഭാഗമാവുകയോ അവരുടെ ആശയങ്ങളോട് അനുഭാവം പുലർത്തുകയോ ചെയ്യുന്നത് അമ്മ പോലൊരു സംഘടനയിൽ അയോഗ്യമായി മാറുന്നത് തികച്ചും ഫാസിസമാണ്. ഭരണകക്ഷിയുടെ ഭാഗമായാൽ അമ്മയ്ക്ക് പറ്റാത്ത ആളായി മാറുമെന്ന് പറഞ്ഞവരുടെ ജനാധിപത്യ ബോധത്തിനെയും മതേതരത്വത്തിനെയും ഒക്കെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? അതുപോലെ തന്നെ കലാകാരന്മാർക്ക് അവരുടെ രാഷ്ട്രീയ വിശ്വാസങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഇത് വലിയൊരു രാഷ്ട്രീയ കാപട്യമാണ്. BJP ബന്ധത്തിന്റെ പേരിൽ ഇത്രത്തോളം കോലാഹലങ്ങൾ ഉണ്ടാക്കുന്ന ഈ സിനിമാക്കാർക്കും സിനിമാ സംഘടനയ്ക്കും മലയാള സിനിമയെ ഗ്രസിച്ച മറ്റ് വലിയ വിപത്തുകൾക്ക് നേരെ എന്നും മൗനമായിരുന്നു. മലയാള സിനിമയിൽ പണ്ട് മുതൽക്കേ കള്ളപ്പണം വേണ്ടതിലധികം ഉപയോഗിച്ചിരുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു സത്യമാണ്. സിനിമയുടെ മറവിൽ നടന്ന തട്ടിപ്പുകളും സിനിമാ നിർമ്മാണ രംഗത്തേക്ക് ഒഴുകിയെത്തിയ കണക്കിൽപ്പെടാത്ത പണത്തിൻ്റെയും ഉറവിടങ്ങളെക്കുറിച്ച് വാർത്തകൾ വന്നിട്ടും അന്നൊന്നും ആരും പ്രതികരിച്ചു കണ്ടില്ല. അതുപോലെ തന്നെ മട്ടാഞ്ചേരി ഗ്യാങ് എന്നറിയപ്പെടുന്ന സിനിമയെ നിയന്ത്രിക്കുന്ന ഒരു പ്രത്യേക സംഘങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗവും അതുമായി ബന്ധപ്പെട്ട മാഫിയ പ്രവർത്തനങ്ങളും പോലീസും എക്സൈസും വരെ അന്വേഷിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടും ഈ സംഘടനയിലെ തലപ്പത്തിരിക്കുന്നവർ ഒന്നും ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്നത് ഒരു വിരോധാഭാസമാണ്, അല്ലേ? ഈ പറയുന്ന ഗുരുതരമായ ക്രിമിനൽ പശ്ചാത്തലമുള്ള കാര്യങ്ങൾ നടന്നപ്പോൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും യുവതലമുറയും ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോൾ അന്നൊന്നും പ്രതികരിക്കാതിരുന്നവരോ അമ്മയെന്ന് പറയുന്ന സംഘടനയോ ആർക്കും ഒരു ഉപരോധവും ഏർപ്പെടുത്തി കണ്ടില്ലല്ലോ. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെല്ലാം സംരക്ഷിക്കാൻ ചിലപ്പോഴൊക്കെ ഈ സംഘടന മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് ചരിത്രം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLAമാരും MP ആയിരുന്നവരൊക്കെ ഈ സംഘടനയുടെ തലപ്പത്ത് തന്നെ ഉണ്ട്. കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും ഈ സംഘടനയിൽ സജീവവുമാണ്. അവർക്കൊന്നും അവരുടെ രാഷ്ട്രീയ വിശ്വാസത്തിൻ്റെ പേരിൽ യാതൊരു വിലക്കും നേരിടേണ്ടി വന്നിട്ടില്ല. അതുമാത്രമല്ല, രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് കണ്ട് ഗവൺമെൻറ് നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുമായി ചങ്ങാത്തം പുലർത്തിയിരുന്നവരും അവരുടെ ആശയങ്ങൾക്ക് വെള്ള പൂശുന്നവരൊക്കെ ഈ സംഘടനയിൽ വലിയ കസേരകളിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. അത്തരക്കാർക്കൊന്നും ഇല്ലാത്ത അയിത്തം ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയോട് മാത്രമായിട്ട് എന്തിനാണ് നിങ്ങൾക്ക്? കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും ലീഗുകാരനും ഒക്കെ അമ്മയിലാകാമെങ്കിൽ എന്തുകൊണ്ട് BJPക്കാരനാകാൻ കഴിയില്ല? നിങ്ങൾക്ക് മാത്രം എങ്ങനെയാണ് ഇങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത്? ചിലരുടെ ഗാഢമായ അജണ്ടയുടെ ഭാഗമാണോ ഇതൊക്കെ? സിനിമയിലെ ഇത്തരം ഇരട്ടത്താപ്പുകൾ പൊതുസമൂഹം കൃത്യമായി തന്നെ തിരിച്ചറിയുന്നുണ്ട്. അതിനുള്ള മറുപടി അവർ തരുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ നിങ്ങളുടെ തെറ്റ് തിരുത്തുന്നതാണ് ആ സംഘടനയുടെ ഒരു സ്മൂത്തായിട്ടുള്ള ഒരു പോക്കിന് നല്ലത്. ഒരു കാലത്ത് മലയാള സിനിമയുടെ മുഖം തന്നെയായിരുന്നു എന്ന് പറയണം അമ്മയെന്ന് പറയുന്ന സംഘടന. അതിപ്പോൾ പറയുമ്പോൾ വളരെ വേദനാജനകമായ കാര്യമാണ്. കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും മറ്റ് പാർട്ടിക്കാർക്കും എങ്ങനെയാണോ ഈ സംഘടന അവകാശപ്പെട്ടത് അതുപോലെ തന്നെ അവകാശപ്പെട്ടതാണ് BJPക്കാർക്ക്. യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട എല്ലാ സിനിമാ പ്രവർത്തകരെയും തുല്യമായി കാണാൻ സാധിക്കുന്ന രീതിയിലേക്ക് അമ്മ മാറുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അല്ലാത്ത പക്ഷം ഈ പ്രസ്ഥാനം ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയപ്പെടാൻ അധികകാലം വേണ്ടി വരില്ല എന്നത് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്.